Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. എന്തായിരുന്നു പഠിച്ചില്ലല്ലോ. വവൽസ് പഠിക്കും. വവൽസ് വരും. വവൽസ് വരും. സ്റ്റേഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരുടെയും കയ്യിലാണോ അല്ലേ? അയ്യോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് നമ്മള് എടുത്തോടത്തോളം വരെ വായിച്ചു നോക്കിയായിരുന്നോ? ഹലോ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ശിവാകെ നമ്മൾ എടുത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കെയർ ഇൻക്ലൂഡഡ് അല്ലെ, അവിടെ വരെയാണ് എടുത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റ് തുടങ്ങിയാണ് അല്ലേ? നമുക്കറിയാം നഴ്സിംഗ് എന്നുള്ള ഒരു എന്താ അല്ലെ, പ്രധാനമായിട്ടും അവിടെ രോഗികളെ പരിശീലിക്കാനായിട്ട് ഒത്തിരി പേര് അല്ലെ നഴ്സിംഗ് ഡ്യൂട്ടിയിലുള്ളവരാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പോർഷൻ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. തീർച്ചയായിട്ടും സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് പുതിയതായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. അതായത് നമുക്ക് ഏത് തൊഴിലാണെങ്കിലും നമുക്കറിയാം കുറച്ച് അല്ലെ, നമ്മൾ അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഏതൊരു സ്ഥാപനത്തിന് ജോലി ചെയ്യാനൊക്കെ പോകുന്നത്. ചിലരൊക്കെ എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം ചില സ്ഥാപനങ്ങൾ അല്ലെ, ചില ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് സമയം ഒരു ട്രെയിനിങ് പീരീഡ് തരികയാണെങ്കിൽ അത് അവിടെയുള്ള വ്യക്തികൾക്ക് അല്ലെ, അവിടെയുള്ള ജീവനക്കാർക്ക് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉണ്ടാവില്ലേ? അവരെ ഹെൽപ്പ് ചെയ്യില്ലേ? കുറച്ച് സമയം ട്രെയിനിങ് പീരീഡ് തരികയാണെങ്കിൽ ഉണ്ടാവോ? അങ്ങനെ ഒരു ട്രെയിനിങ്, ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ സമർപ്പിച്ചു, നമ്മളെ സെലക്ട് ചെയ്തു. അപ്പൊ അവരൊരു കുറച്ച് നാളത്തേക്ക് ഒരു ട്രെയിനിങ് പീരീഡ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കില്ല് ഓക്കെ. അപ്പൊ എന്താണ്, അവിടെ ആ ഒരു ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് നമുക്ക് അതുകൊണ്ട് സാധ്യമാക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയം കൂടാതെ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നമുക്ക് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റില് പ്രധാനമായിട്ടും പറയുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രെയിനിങ് അല്ലെ, അവരുടെ ഓരോ ഷെയർ ചെയ്യാട്ടോ, പേജ് നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അല്ലെ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏത് തൊഴിലാളികളാണ് എങ്കിലും അവർക്ക് ഒരു നിശ്ചിത പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നോളജും അവരുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നോക്കാം, സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് which is directed towards the personal as well as the professional growth of nurses and other staffs while they are employed by the healthcare. ഹെൽത്ത് കെയറിലുമായി ബന്ധപ്പെട്ട് വരുന്ന ജീവനക്കാർ, ഇൻ കേസ് അത് നഴ്സുമാരാണെങ്കിലും മറ്റേതെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ള പ്രോസസ്സ്. ക്ലിയറായോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള ജീവനക്കാര്, ഇൻ കേസ് അത് സ്റ്റാഫ് നഴ്സ് ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാരാവാം, അവരുടെ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള അല്ലെ പ്രൊഫഷണൽ ഗ്രോത്ത് ഓർ പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായിട്ടുള്ള അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമുക്കറിയാം, മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ജീവനക്കാർക്ക് അവരുടെ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നൽകുന്ന പ്രോസസ്സാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്യാച്ച് ചെയ്താ? ഓക്കെ. The next sentence നോക്കാം. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees.
അതായത് അവിടെയുള്ള തൊഴിലാളികളുടെ ഇൻ കേസ് അവരുടെ എന്താണ് കഴിവുകൾ അല്ലെങ്കിൽ എന്താണ് അറിവുകൾ അല്ലെങ്കിൽ എന്താണ് മെന്റലി അല്ലെ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടുന്ന തരത്തിലുള്ള നോളജുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുമായി ബന്ധപ്പെട്ടത്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നോളജും കഴിവുകളും പ്രദാനം ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Okay, it refers to all the training and education provided. അല്ലെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം നൽകിയാണ് എന്തിനു വേണ്ടിയിട്ട്? അവരുടെ നോളജും സ്കില്ലും അവരുടെ കഴിവുകളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അവർക്കപ്പൊ എന്താണ് നമുക്കറിയാം, അവരുടെ നോളജും എന്താണ് തൊഴിൽപരമായിട്ടുള്ള സ്കില്ലുകളും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തൃപ്തികരമായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ജോലി എന്നുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെ, നമുക്ക് പേടി കൂടാതെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളതിൽ പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്? അവരുടെ നോളജും സ്കില്ലും അല്ലെ, അവരുടെ അറിവും അതോടൊപ്പം തന്നെ കഴിവും അവർക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്തുമായി ബന്ധപ്പെട്ടത്? അവരുടെ സ്വന്തം ജോലിയുമായി ബന്ധപ്പെട്ട സ്വന്തം കഴിവുകളും അതേമാതിരി തന്നെ അറിവും വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ അല്ലേ? ആ പോയിന്റും അണ്ടർലൈൻ ചെയ്ത് പോവുക. ജോബ് റിലേറ്റഡ് പേഴ്സണൽ നോളജ് ആൻഡ് സ്കില്ല് അല്ലെ, അതാണ് പ്രധാനമായിട്ടും അവർക്ക് എന്താണ് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത് അല്ലെ. ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട നോളജും കഴിവുകളാണ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് ഓക്കെയാണോ? വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള നോളജും സ്കില്ലും ഒക്കെ അവർക്ക് പകർന്നു കൊടുത്താൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവോ? ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ ഗുണങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ഓട്ടോമാറ്റിക്കലി ഒന്ന് ഓർത്ത് നോക്കി, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും? ഏതൊരു സ്ഥാപനത്തിലും ഇത്തരത്തില് ചെറിയൊരു ട്രെയിനിങ് നിങ്ങൾ പറഞ്ഞു, എന്താണ് അവിടെ നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്, സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും നിങ്ങൾക്കൊന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അല്ലേ, നമ്മളൊന്ന് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നെ ക്ലാസ് മുന്നോട്ട് പോവാം. എന്താണ് പറയാ, ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ വികസിച്ചു വരുന്നത്? അവരുടെ സ്കില്ലും നോളജും വികസിച്ചു വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ജോലി തൃപ്തിയോടുകൂടി ചെയ്യാൻ സാധിക്കും. പിന്നെ അവരുദ്ദേശിച്ച നേട്ടം നേടിയെടുക്കാൻ സാധിക്കുമോ? ഏതൊരു സ്ഥാപനത്തിനും കസ്റ്റമേഴ്സ് കൂടും. ഓക്കെ, അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ സർവീസ് മൈൻഡ് ആണ്, കസ്റ്റമേഴ്സ് പേഷ്യന്റ് വരണം അല്ലെ, ഒരുപാട് കസ്റ്റമേഴ്സ് വരാനായിട്ട് തയ്യാറാവും. എന്താണ് നമുക്കറിയാം മാനേജ്മെന്റിനെ സംബന്ധിച്ച് എന്താണ് അവർ ഉദ്ദേശിച്ച നേട്ടം അല്ലെ, ഇൻ കേസ് ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഉത്പാദനം കൂട്ടാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ സർവീസ് ആണെങ്കിലും ആ ഉത്പാദനക്ഷമത അല്ലെ, നല്ല കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള തൊഴിലാളികൾ തയ്യാറാകും. എന്താണ് അവർക്ക് നല്ല സുരക്ഷിതത്വം കിട്ടും അല്ലെ, നമുക്ക് ചെയ്യുമ്പോൾ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. ഒരു ട്രെയിനിങ് പീരിയഡ് കൂടി അവർക്ക് എന്താണ് പേടിയൊന്നും കൂടാതെ തന്നെ സുരക്ഷിതമായിട്ട് അവർ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്: എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, അതായത് ഉത്പാദനക്ഷമത അത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെങ്കിൽ ഉൽപ്പന്നം കൂടുതൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. സർവീസ് മൈൻഡോട് കൂടിയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ കൂടുതൽ നല്ല കാര്യക്ഷമമായിട്ട് അല്ലെ മറ്റുള്ളവർക്ക് സേവനം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് നോക്കുക, എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, നഴ്സുമാർക്ക് നല്ല രീതിയിൽ തന്നെ നല്ല സുരക്ഷിതത്തോടു കൂടി തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പേഷ്യന്റിനെയൊക്കെ സംരക്ഷണം അല്ലെ അവരുടെയൊക്കെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ
ബൈ നഴ്സസ്. നഴ്സസ്മാരുടെ സുരക്ഷിതത്വം, യഥാർത്ഥമായ രോഗി പരിചരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഇൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ എ സ്റ്റാഫ്. അതായത് അവർക്ക് തൃപ്തിയോട് കൂടിയിട്ട്, അവർക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയതോട് കൂടിയിട്ട് അവർക്ക് പേടിയൊന്നുമില്ല, വളരെ റിലാക്സോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് തന്നെ പറയുന്നത് ഇൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ എ സ്റ്റാഫ്സ്. സ്റ്റാഫുകൾക്കെല്ലാം തൃപ്തിയോട് കൂടിയിട്ട് അവരുടെ ജോലി പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. Then orient the person towards their care, objectives, job duties, personal policies. അവിടെ ബി എന്നുള്ളത് വെട്ടിക്കളഞ്ഞേരെ. ഓക്കെ, അതായത് അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള അല്ലെ, എന്താണ് ജോലിയുടെ ഉത്തരവാദിത്വം എന്താണ്, ലക്ഷ്യം എന്താണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്, അതിന്റെ ഉത്തരവാദിത്വം എന്താണ് നമ്മളൊക്കെ ഉള്ള അല്ലെ കടമകൾ, ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്, അതെല്ലാം തന്നെ ഏകോപിപ്പിച്ച് വ്യക്തമായ നയങ്ങളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ജോലിയുടെ ട്രെയിനിങ് സമയത്ത് തന്നെ ആരൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ, ആരൊക്കെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു, ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു, എന്താണ് എന്റെ ഡ്യൂട്ടി, എന്റെ പങ്ക് എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക്, ആ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓറിയന്റ് ദ പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ, ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. നയങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് ചലിക്കാനായിട്ട് ഏതൊരു തൊഴിലാളിക്കും സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. ചിലപ്പോഴൊക്കെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഒക്കെയാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ അല്ലേ? അയച്ചു നോക്കണോ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ആയി കാണും അല്ലേ? കാണൂലേ? ആർക്കെങ്കിലും കിട്ടാത്തൊക്കെ ഉണ്ടോ? ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാ. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താന്നുള്ളത് ഇന്ന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഗ്യാപ്പ് വന്നു അല്ലെ? എനിവേ എന്തായാലും കിട്ടിയപ്പോ മുതൽ നമ്മൾ അതിന്റെ മോഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. അപ്പൊ പെട്ടെന്ന് മറിച്ച് നോക്കുമ്പോ ഒക്കെ ക്ലിയർ ആവും. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്സുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവാം. ഒബ്ജക്റ്റീവ്സ് ഇടയ്ക്ക് കാണാറുണ്ട്. അതേമാതിരി തന്നെ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് എന്നുള്ളതും ഓപ്ഷനിൽ എന്താണ് അല്ലേ നമുക്കറിയാം. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ തന്നിട്ട് ഇത് ഏത് പ്രോസസ്സാണ്, എന്ത് പ്രോസസ്സിന്റെ അണ്ടറിലാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അത് മാത്രമല്ല സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ, അവരുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് നമ്മൾ കണ്ടു. എന്താണ് ഇത്തരത്തിലുള്ള പ്രോസസ്സ് നടത്താമെന്ന് കണ്ട് അല്ലെ, ഒരു ട്രെയിനിങ് പാക്കേജുകൾ കൊടുക്കാമെന്നുള്ളത് കണ്ട്. ഇനി അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് അല്ലെ? 4 തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സുകളാണ് ഉള്ളത്. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. 4 പോയിന്റ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. ടൈപ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് വരെ ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ 4 ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, സർവീസ് എഡ്യൂക്കേഷൻ, ദെൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരു ഫസ്റ്റ് അല്ലെ 1-2 മാസത്തേക്ക് അവര് ട്രെയിനിങ് പാക്കേജ് എന്ന് പറഞ്ഞ് തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാലറി ഒന്നും തരില്ല അല്ലെ. എങ്കിൽ കൂടി അവർക്ക് എന്താണ് ഒരു സ്റ്റാർട്ടിങ് വരുമ്പോഴേ നമുക്കറിയാം അവര് ചിലപ്പോൾ തുച്ഛമായ ഒരു ഡെയിലി വേജസ് പോലെ ചെറിയൊരു സാലറി ആയിരിക്കും തരിക. പക്ഷെ കുറച്ച് ഫെമിലാരിറ്റീസ് അല്ലെ, അവിടെ എന്താണ് നമ്മുടെ ജോലി, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ആണ് തരുന്നത്. അപ്പൊ എംപ്ലോയർ അതിനുള്ള ഒരു അവസരമാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. അങ്ങനെയുള്ള തൊഴിലിന്റെ ആ ഒരു ട്രെയിനിങ് പീരീഡിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് തൊഴിലുടമ തൊഴിലാളിക്ക് ഏത് ഡ്യൂട്ടിയാണോ ചെയ്യേണ്ടത് ആ ഡ്യൂട്ടിയിൽ 1-2 കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ 2 വീക്സ് ഒക്കെ ആണ്, എന്തായാലും എന്താണ് ആ സ്വന്തം തൊഴിൽ ഏത് തൊഴിലാണോ ആ തൊഴിലില് എന്താണ് ഒരു അല്ലെ ഒരു ബോധം വരാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഫെമിലാരിറ്റീസ് വരാനായിട്ട്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ്, ആരോടൊക്കെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അങ്ങനെയുള്ള മാറ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പീരീഡ് തരികയാണ്. അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നോക്കാം. Is a training given to new employees by the employer in order to help in adjustment to their new job and familiarize with their new work environment and the people who are working around them.
അപ്പൊ അവിടെ സ്വന്തമായിട്ട് അല്ലെ നമുക്ക് ഒരു തൊഴിലുമായിട്ട് പെട്ടെന്ന് ഒരു പ്രോബ്ലം അല്ലെ ഒരു ടെൻഷനും അല്ലെങ്കിൽ എന്താണ് ജോലിക്ക് പടപടപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലുടമ ഇങ്ങനെ ഒരു ട്രെയിനിങ് പീരീഡ് നൽകുന്നത്. ഇങ്ങനെ വരുമ്പോഴെന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ് അതൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇടപെടേണ്ട വ്യക്തികളോട് കൃത്യമായിട്ട് ഇടപെടുകാനും എക്യുപ്മെന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരമാണ് തൊഴിലുടമ നൽകുന്നത്. Is a training given to new employee by the employer in order to help adjustment to their new job and familiarize with their new work environment and the people who are working around them. അപ്പൊ അവിടെ എന്താണ് ചുറ്റുമുള്ള വ്യക്തികൾ എന്താണ് ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഏത് വ്യക്തികളൊക്കെ ആയിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആ എൻവയൺമെന്റ് അല്ലെ നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ നഴ്സുമാർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലേസിലാണ് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ വ്യക്തികളോടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവബോധം ആ ഒരു ട്രെയിനിങ് പീരീഡിൽ തന്നെ അവ വ്യക്തികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? യെസ്. അപ്പൊ അതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ തരുന്നത്. തൊഴിലുടമ തൊഴിലാളിക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. ഓക്കെ. അപ്പൊ പരസ്പരമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ആ സമയം കൊണ്ട് അവർക്ക് സാധിക്കുന്നു എന്ന്. നെക്സ്റ്റ് നോക്കുക, ജോബ് ഓറിയന്റേഷൻ. ഇവിടെ എന്താ പ്രത്യേകത? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് aware of an individual of his or her roles, responsibilities and relationship in the new work situation. അവിടെ പ്രധാനമായിട്ട് എന്താണ് ഒരു എംപ്ലോയർ അതായത് തൊഴിലുടമ തൊഴിലാളിക്ക് നേരത്തെ കൂട്ടി ഒരു എന്താണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ പങ്ക് അല്ലെ, നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്, ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത്, എന്താണ് ഇവരൊക്കെ ആയിട്ടുള്ള നിങ്ങൾ ബന്ധം സ്ഥാപിക്കേണ്ടത്. അതിന് നേരത്തെ കൂട്ടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പീരീഡ് ആണ്, എന്താ പറയുന്ന ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ജോബ് ഓറിയന്റേഷനിൽ നടപ്പാക്കുന്നത്. ഓക്കെ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് ഓർ ഹെർ റോൾസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ന്യൂ വർക്ക് സിറ്റുവേഷൻ. അപ്പൊ നേരത്തെ കണ്ട മാതിരി ഒരു ബന്ധമല്ല അവിടെ സ്ഥാപിക്കുന്നത്, അവിടെ ഓൾറെഡി എന്താണ് ഉത്തരവാദിത്തങ്ങൾ തന്നെ നേരിട്ട് കൊടുക്കുകയാണ് അല്ലെ. ഇന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, ഇന്ന ഡ്യൂട്ടികൾ, ഇന്ന പങ്കാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ അല്ലെ നമ്മൾ ആരോടൊക്കെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്, ആരോടൊക്കെയാണ് കടപ്പെട്ടിരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എംപ്ലോയർ നേരിട്ട് തന്നെ എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം ഒരു ചെറിയ പേയ്മെന്റ് ഒക്കെ ചിലപ്പോൾ അവർക്ക് കൊടുത്തിരിക്കും. കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി ഏൽപ്പിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ റിട്ടേണും കിട്ടണം അല്ലെ, വേണ്ടേ? ആദ്യത്തെ ട്രെയിനിങ് പീരീഡിലുള്ള മാതിരി തന്നെ ആയിരിക്കില്ല. കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജോലിയോടൊപ്പം തന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോകേണ്ടതായിട്ട് വരും അല്ലെ. സ്റ്റാർട്ടിങ് ആണെങ്കിൽ കൂടി ചില റെസ്പോൺസിബിലിറ്റീസും കൂടി അവരെ ഏൽപ്പിക്കുകയാണ് അല്ലെ, ചില ഉത്തരവാദിത്തങ്ങളും കൂടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് കുറച്ച് നാള് അവർക്ക് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവരെന്താണ് നമ്മുടെ പുതിയ ജോലിയിലേക്ക് സെലക്ട് ചെയ്ത് അവർക്ക് ഡ്യൂട്ടി അങ്ങോട്ട് വിരിച്ചു കൊടുക്കും. അപ്പൊ ചെറിയ ചെറിയ ഉത്തരവാദിത്ത ബോധങ്ങളൊക്കെ നിർവഹിക്കുമ്പോഴെന്താണ് അവർക്ക് എന്താണ് അറേഞ്ച് ചെയ്യാൻ അല്ലെ, അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നേടിയെടുക്കാൻ പറ്റും. ദെൻ അതിൽ നിന്ന് എന്താ കുറച്ച് നാളത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് മെയിൻ ആയിട്ടുള്ള ജോലി ഓഫർ ചെയ്ത് കൊടുക്കും. ആ രീതിയാണ് ജോബ് ഓറിയന്റേഷനിൽ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. അത് അതിൽ പ്രധാനമായിട്ട് റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് an individualized training program needed to get a newly hired employee more familiarized with their responsibility. അപ്പൊ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ ഉത്തരവാദിത്വ ബോധം കൂടിയാണ് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഡക്ഷൻ ട്രെയിനിങ്ങും ജോബ് ഓറിയന്റേഷനും ഒക്കെയാണോ? ഒക്കെയാണ്. അപ്പൊ ഇൻഡക്ഷൻ ട്രെയിനിങ്ങില് നമ്മളൊരു ഫെമിലാരിറ്റീസ് മാത്രമാണ് കൂടുതൽ വരുന്നതെങ്കിൽ ജോബ് ഓറിയന്റേഷനിൽ ഇച്ചിരി കൂടി എന്താണ് റെസ്പോൺസിബിലിറ്റി കൂടി ഉത്തരവാദിത്ത ബോധം കൂടിയാണ് അതിലൂടെ നേടിയെടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. അടുത്തത് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ്. അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? an educational experience planned before to provide in the job setting and closely identified with the service in order to help a person discharge his duties more efficiently as a person, as a worker.
അതായത് ഇതില് പ്രധാനമായിട്ട് അടുത്ത സെന്റൻസ് കൊണ്ട് നോക്കുക. ഇറ്റ് ഈസ് ദസ് എ പ്ലാൻഡ് ഇൻസ്ട്രക്ഷണൽ ഓർ ട്രെയിനിങ് പ്രോഗ്രാം given by an employee agency in the employment setting. അതായത് ഒരു നേരത്തെ കൂട്ടി സജ്ജീകൃതമായിട്ടുള്ള ഒരു ഏജൻസികളാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. നമുക്കറിയാം ചില സ്ഥാപനങ്ങളൊന്നും ഫ്രഷേഴ്സിനൊന്നും അവർ ആവശ്യപ്പെടില്ല. അവരൊക്കെ എന്താണ്, ഫ്രഷേഴ്സിനൊന്നും ആവശ്യമില്ല. അവർക്ക് എന്താണ്, ജോലി ചെയ്യാൻ സന്നദ്ധരായ വ്യക്തികളെ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റിന് പോണേക്ക് മുമ്പ് എന്താണ്, നേരത്തെ കൂട്ടി ഇവര് ട്രെയിനിങ് എവിടെ നിന്നെങ്കിലൊക്കെ സമ്പാദിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? സർവീസ് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നേടാനായിട്ട് ഏജൻസികളെ സമീപിക്കും. ഏജൻസികൾ എന്താണ്, പ്രീ പ്ലാൻഡ് ആയിട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഒരു ജോലി ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. ഓക്കെ, ഏത് ജോലിയാണെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്ത് കടമകളാണ് നിർവഹിക്കേണ്ടത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചു പോകണം എന്നതനുസരിച്ച് അവർക്ക് ട്രെയിനിങ് പ്രദാനം ചെയ്യും. അതിനുശേഷമാണ് ജോലിക്ക് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഏജൻസികളാണ് പ്രധാനമായിട്ട് അത് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസും കൂടി മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് പറയുന്നത്. An educational experience planned before to provide in the job setting and closely identified with the services in order to help a person discharge his duties more efficiently as a person and as a worker. ഓക്കെ, അവിടെ ഒരു വ്യക്തി എങ്ങനെ കാര്യക്ഷമമായിട്ട് പ്രകടിപ്പിക്കുന്നു, അല്ലെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അതേമാതിരി തന്നെ ഒരു വർക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ടോ അത് എത്രമാത്രം അല്ലെ എന്നുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്, അത് എങ്ങനെയാ അത് ഐഡന്റിഫൈ ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നത്, അത് പ്രീ പ്ലാൻഡ് ആണ് അല്ലെ. ആ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് പ്ലാൻഡ് ബിഫോർ അല്ലെ, നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്, ഏജൻസിക്കാര് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന ഡ്യൂട്ടികളാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആ ഒരു ട്രെയിനിങ് പാക്കേജ് ആണ് ആ ഒരു അല്ലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുന്നത്. ദെൻ അവിടെ നിന്ന് ട്രെയിനിങ് നേടിയിട്ടാണ് ഇവര് ജോബിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഇതിൽ എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഇറ്റ് ഈസ് ദസ് എ പ്ലാൻഡ് ഇൻസ്ട്രക്ഷണൽ ഓർ എ ട്രെയിനിങ് പ്രോഗ്രാം given by an employee agency in the employment setting. എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട്, ജോലി സമത്തിന് വേണ്ടിയിട്ട് എംപ്ലോയി നേരത്തെ കൂട്ടി പ്ലാനിൽ തന്നെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് സർവീസ് എഡ്യൂക്കേഷനിലൂടെ നേടിയെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ എംപ്ലോയിക്ക് ഒരു അവസരം ഒന്നും കൊടുക്കുന്നില്ല. നേരത്തെ കൂട്ടി ഒരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് അവിടെ ജോലിക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ സേവനത്തിനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. അടുത്തതും കൂടി നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഐഡിയ കിട്ടും. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതായത് ചില നഴ്സിംഗ് സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം, അവര് കുറച്ച് നാളെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പീരീഡ് അവർ ട്രെയിനിങ് കൊടുക്കും അല്ലെ, ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കും. ഉണ്ടാവില്ലേ? അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളില്ലേ? ജോലിയും എന്താ പറയാ, ക്വാളിഫിക്കേഷൻ, അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം കഴിഞ്ഞിട്ട് എന്നതിന് പകരം ചെറിയൊരു ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന കോളേജുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനം നമുക്കറിയാം, ഇന്റേൺഷിപ്പും കൂടി കഴിഞ്ഞിറങ്ങുന്നവർക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ കുറച്ച് കിട്ടും അല്ലെ. അപ്പൊ അവർക്ക് സ്റ്റാർട്ടിങ് ചിലപ്പോഴൊക്കെ എന്താണ്, ചില സ്ഥാപനങ്ങളിലൊക്കെ ട്രെയിനിങ് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള ലെവലിൽ തന്നെ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടും. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ നോക്കാം. is all the learning activities that happen after an individual has completed his basic education. നമ്മള് എല്ലാ തരത്തിലുള്ള പഠനങ്ങളും എല്ലാ തരത്തിലുള്ള അക്കാദമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ നേടിയതിനു ശേഷമുള്ള ഒരു പഠനമാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ബിയോണ്ട് എ ബേസിക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ബേസിക് നോളജ് എല്ലാം കിട്ടി അല്ലെ, നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ, അതാണ് പറയുന്നത് പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അത് നമുക്ക് എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ശേഷം അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ്. നമുക്കറിയാം ചില ഹോസ്പിറ്റലുകാരൊക്കെ ഇന്റേൺഷിപ്പിന് അവസരങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ. അവര് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു ടൈമിൽ നമുക്കറിയാം ഇന്റേൺഷിപ്പ് കിട്ടുന്നവരുടെ സാലറി ഒക്കെ വ്യത്യസ്തമായിരിക്കും. അവർക്കൊക്കെ കിട്ടുന്നത് മിനിമം വേജസ് ആയിരിക്കും അവർക്ക് ലഭ്യമാകുന്നത്. അതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് പഠിച്ച് അവർക്ക് ഇറങ്ങുന്നവർക്ക് ചെറിയൊരു ട്രെയിനിങ് പാക്കേജ് കൊടുക്കുന്ന ഒരു രീതിയാണ്.
ഓക്കെ, ആദ്യം പറയുന്നതിൽ രണ്ടിലും നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ കിട്ടുന്ന ഒരു അവയർനെസ് ആണ് അല്ലെ. അവിടെ ആദ്യത്തേതില് നമുക്കറിയാം എംപ്ലോയിക്ക് ഒരു അവസരം നൽകുന്നു. ജോബ് ഓറിയന്റേഷനിലാണെങ്കിൽ അവസരം നൽകുന്നതോടൊപ്പം തന്നെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. മറ്റുള്ളത് എന്താണ്, ഈ സർവീസ് എഡ്യൂക്കേഷനിലാണെങ്കിൽ നമ്മൾ ഏജൻസി പോയിന്റ് ട്രെയിനിങ് എടുക്കുന്നു. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്കറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷന് ശേഷം ഇന്റേൺഷിപ്പ് ഒക്കെ എടുക്കുന്ന ഒരു രീതി. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പാക്കേജ് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ഇൻജക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഇറ്റ് ഇസ് ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കീഴിൽ എന്തൊക്കെ വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം. ലാസ്റ്റ് അവർ ആകുമ്പോഴേക്കും നിങ്ങൾ ആകെ സൈലന്റ് മോഡിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാട്ടോ. നെക്സ്റ്റ് നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മൾ ഈ പറഞ്ഞ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് നോക്കാം, ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും സ്ഥാപനത്തിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു നല്ലൊരു അല്ലെ പോസിറ്റീവ് എനർജി കിട്ടും അല്ലെ. അപ്പൊ വർക്ക് ചെയ്യാനായിട്ടൊന്നും പേടി കൂടാതെ അനുകൂലമായിട്ടുള്ള ഒരു സംഘടന അന്തരീക്ഷം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പേടിയൊന്നും കൂടാതെ തന്നെ അവിടെ സ്ഥാപനത്തില് കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നേടിയെടുക്കാൻ സാധിക്കും. Then facilitate open channels of communication. അതായത് നമുക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല അല്ലെ. ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ എന്താണ് ആശയവിനിമയം നടത്താനൊക്കെ ആയിട്ട് തുറന്ന് അല്ലെ, നമുക്ക് തുറന്ന് തന്നെ മറ്റുള്ളവരോട് ഇടപെടുകാനൊക്കെ ആയിട്ട് പേടി കൂടാതെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തുറന്ന സുഗമമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. Then pass our organization message to workers. അതേമാതിരി തന്നെ മെസ്സേജുകൾ സന്ദേശങ്ങളൊക്കെ വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ അത് സംഘടനാപരമായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളെല്ലാം കൈമാറ്റം ചെയ്യാനായിട്ടും വളരെ സുഗമമായിട്ട് തന്നെ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ചെറിയൊരു അവയർനെസ് ഉണ്ട് അല്ലെ, എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ചെറിയ നോളജ് എല്ലാത്തിനെ കുറിച്ചിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇന്ന എക്യുപ്മെന്റ് അല്ലെ, ഇന്ന എക്യുപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന പേഴ്സൺ എന്താണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്, അതൊക്കെ ചെറിയൊരു നോളജ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും കൈമാറ്റം ചെയ്യാനൊന്നും പേടി കൂടാതെ എല്ലാവർക്കൊക്കെ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. എന്താണ് ഈസി ആക്സസ് ടു നോളജബിൾ എന്താണ് കോളേജസ് ഫ്ലോ. അതായത് സഹപ്രവർത്തകരുടെ ഇടയിൽ നമുക്കറിയാം അറിവുകൾ നമുക്ക് കുറച്ചൊക്കെ കുറവായിരിക്കും അല്ലെ. ഫ്രഷേഴ്സ് ഒക്കെ ആകുമ്പോൾ ചെറിയൊരു ട്രെയിനിങ് മാത്രം കിട്ടിയത് കൊണ്ട് അവർക്ക് നല്ല കോൺഫിഡൻസോടുകൂടി ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ കൂടി സഹപ്രവർത്തകരോടൊക്കെ ആശയവിനിമയം നടത്തി അല്ലെ നമുക്ക് കൂടുതലൊക്കെ അറിവ് സമ്പാദിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ട്രെയിനിങ് പാക്കേജ് കൊണ്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ട്രെയിനിങ് മോസ്റ്റ്ലി നമുക്കറിയാം ട്രെയിനിങ് കൊണ്ട് ഗുണമായിരിക്കും എപ്പോഴും അല്ലെ. അത് ഏജൻസിയിൽ നിന്ന് എടുത്താണെങ്കിലും ഇന്റേൺഷിപ്പ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് ആണെങ്കിലും തീർച്ചയായിട്ടും അതെന്തായാലും ഗുണകരമായിരിക്കും അല്ലെ. അഡ്വാൻറ്റേജസ് തന്നെയല്ലേ അത്. വായിച്ചു നോക്കുക, ഒരു 3-4 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ാണോ? കിട്ടിയോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? പോസിറ്റീവ് എനർജി കിട്ടും അല്ലെ. തുറന്ന ഒരു സംഭാഷണത്തിന് സുഗമമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റും. മെസ്സേജുകളെല്ലാം പാസ് ഓവർ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും.
അതേമാതിരി തന്നെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നും നോളജ് ഒക്കെ അല്ലെ നമുക്ക് നന്നായിട്ട് തന്നെ അറിവും വൈദഗ്ധ്യവും സംബന്ധിച്ചൊക്കെ നമുക്ക് അല്ലെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഇപ്പോ അഡ്മിനിസ്ട്രേഷനിൽ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. നോക്കാം, യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. അതായത് പുതിയ കഴിവുകളും ഇതുകളൊക്കെ വരും. ഇപ്പൊ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പുതിയ നോളജും അല്ലെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് തന്നെ പുതിയ തത്വങ്ങളൊക്കെ അവർക്കത് ഉപയോഗിക്കാൻ, അത് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. യൂസസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയി ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. പുതിയ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വരുമ്പോഴെന്താണ് അവർ കുറച്ച് പുതിയ നോളജ് ഒക്കെ ആയിട്ടായിരിക്കും അവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരുന്നത് അല്ലെ. പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീന്റെ ഒക്കെ ഉപയോഗ രീതിയൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്തിരി കൂടി നല്ല മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അത് വെച്ചൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ കൂടുതൽ സേവനം മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നൊക്കെ നോളജ് അവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, യൂസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. അതേമാതിരി തന്നെ നമുക്കറിയാം കുറച്ച് അല്ലെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളവര് വരുമ്പോഴും നല്ലത് തന്നെയാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി നോളജും കുറച്ചും കൂടി സ്കില്ലും ഡെവലപ്പ് ചെയ്തിട്ടാ വരിക അല്ലെ. പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, പക്ഷെ നമുക്കറിയാം പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഒക്കെ വികസിച്ച് വരുന്നത്, അത് പഠിച്ചു വരുന്നത് തീർച്ചയായിട്ടും ഫ്രഷേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേടിയിട്ട് അവർ വരുമ്പോ തീർച്ചയായിട്ടും ആ ടീച്ചിങ് ടെക്നിക്സും ആ ഒരു സ്ട്രെങ്ത്തും അതൊക്കെ സ്റ്റാഫുകൾക്ക് നല്ലൊരു ശക്തി പകർന്നു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. നമുക്കറിയാം ഓരോ യൂണിറ്റിന്റെയും ആ നോളജ് ഒക്കെ അത് വികസിപ്പിച്ചു. നമ്മൾ കണ്ടിരുന്ന നഴ്സുമാരുടെ അല്ല, ഏത് എംപ്ലോയിയുടെയും അവരുടെ കഴിവും നോളജും വികസിപ്പിക്കുന്ന കാര്യമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നത് അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവിടെയുള്ള അവിടെയുള്ള എംപ്ലോയീസിനെ വിലയിരുത്താനും അവരുടെ അറിവുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പുതിയ സ്റ്റാഫുകളൊക്കെ വരുമ്പോൾ അവർക്ക് നോളജ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടും അങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് നോളജ് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓരോ യൂണിറ്റിനും ഈച്ച് യൂണിറ്റ് എന്നാ പറയുന്നത്, ഈച്ച് യൂണിറ്റിനും നമ്മുടെ നല്ല അറിവുകളൊക്കെ വിലയിരുത്താനും അത് വലുതാക്കി കൊണ്ടുവരാനും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളത്. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. അതായത് ഇനിയിപ്പോ അറിവും വൈദ്യുത്യവും എന്തെങ്കിലും കുറവുള്ളവരും ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസ്ഡ് പക്ഷെ ഒരുപാട് നേരത്തെ അവര് ജോലിയിലായിരിക്കുന്നു. അപ്പൊ അവർക്ക് പുതിയ ടെക്നിക്സ് ഒന്നും കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ആ നേതൃത്വം അല്ലെ, അങ്ങനെ അറിവും വൈദഗ്ധ്യം സംബന്ധിച്ച് ഇങ്ങനെ കുറവുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇത്തിരി നോളജ് ഇവിടെ ഇച്ചിരി ട്രെയിനിങ് പാക്കേജ് ഒക്കെ ഈ ഒരു മേഖലകളിലൊക്കെ കൊടുക്കേണ്ടതുണ്ട്. കാരണം പുതിയ ഫ്രഷേഴ്സ് ഇത്തിരി ട്രെയിനിങ് ഒക്കെ കിട്ടിയ വ്യക്തികൾ വരുമ്പോൾ അവർ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അവര് പുതിയ മെഷീന്റെ നോളജ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ അറിവുകളൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ള തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേതൃത്വം വഹിച്ച് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അതിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ് അല്ലെ. നല്ല ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ട് വന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ അധ്യാസൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, എന്താണ് ലക്ഷ്യങ്ങള്, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്, അഡ്വാൻറ്റേജസ് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവരുടെ പങ്ക് എന്താണ്, ജസ്റ്റ് വായിച്ചു നോക്കാം.
ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ലാസ്റ്റ് അവർ ആയതുകൊണ്ടാണോ പെട്ടെന്ന് എല്ലാവരും പോകുന്നത്? എന്തെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഡൗട്ടുകളൊന്നുമില്ല. എങ്കിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഹയറാർക്കി സിസ്റ്റത്തിൽ നിന്നാണ്. അതായത് നഴ്സിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം നഴ്സിംഗിൽ ഒരുപാട് നഴ്സുമാരുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. സൂപ്പർഡന്റ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ എന്താണ് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരുണ്ട്, ഹെഡ് നഴ്സ് ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, ഇൻചാർജ് ഉള്ള നഴ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത പൊസിഷനിൽ അല്ലെ അവരുടെ പദവികൾ അലങ്കരിക്കുന്ന പേഴ്സൺസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് അവരുടെ ആ ഒരു അലങ്കാരിക പദവിക്ക് അനുസരിച്ചിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടീസും ധാരാളമുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റോളുകളാണ് പൊതുവെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറ്. നമുക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോ നമ്മൾ കണ്ടു എന്താണ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബൈ ഹാർട്ടായിട്ട് പഠിക്കണമെന്നില്ല, എങ്കിൽ കൂടി ക്വസ്റ്റ്യൻസ് നമുക്കറിയാം എന്താണ് അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ആക്ടീവ് സൂപ്പർവൈസർ, ആരാണ് അതിനെ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻസ് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള നഴ്സുമാരും വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് പൊതുവെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം ഓരോ ഡ്യൂട്ടികൾ അല്ലെ. സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി അല്ല, ഇൻചാർജ് ഉള്ള നഴ്സിന്റെ ഡ്യൂട്ടി, അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നോക്കാം നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസ്. The structure of an organization determines the employee behavior through the effects of role, power, status, responsibility, authority and communication. നമുക്കറിയാം അല്ലെ നഴ്സുമാരുടെ ആശയവിനിമയവും അവരുടെ അധികാരവും ഉത്തരവാദിത്വവും അവരുടെ പദവി അല്ലെങ്കിൽ ശക്തി, ഇതെല്ലാം അവരുടെ പങ്ക്, അതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനത്തില് അവരുടെ ആ ഒരു ഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് ഓർഗനൈസേഷൻ. അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ നഴ്സിംഗിന് ആ നഴ്സിംഗ് ഫീൽഡിന് ഒരു ഘടനയുണ്ട്. തീർച്ചയായിട്ടും ആ ഘടനയിൽ നമുക്കറിയാം ഓരോരുത്തർക്കും കൂടുതൽ പദവിയും കൂടുതൽ അധികാരവും ഉള്ളവരായിരിക്കും മേൽത്തട്ടിലുണ്ടാക്കുക. അങ്ങനെയല്ലേ? കൂടുതൽ അധികാരവും പദവിയൊക്കെ ഉള്ളവരായിരിക്കും ഏറ്റവും മുകളിലുള്ള ജീവനക്കാര് അല്ലെ. ഹയറാർക്കി എന്ന് പറയുമ്പോൾ ശ്രേണിയാണ് ആണല്ലോ അല്ലെ. ക്ലിയർ ആണോ? കുറച്ചു പേര് എന്താണ് റിപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു മട്ടിലാണോ? റെസ്പോണ്ട് ചെയ്യുക. അതായത് ഹയറാർക്കി എന്ന് പറയുമ്പോൾ ശ്രേണിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ടോപ്പ് ലെവലിൽ ആരായിരിക്കും? കൂടുതൽ അധികാര പദവി അലങ്കരിക്കുന്നവരാണ് അല്ലെ. അവർക്കായിരിക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ. താഴെ നിലയിലുള്ളവരായിരിക്കും മേലാധികാരികളെ റെസ്പെക്ട് ചെയ്തിട്ട് ജോലികളൊക്കെ ചെയ്തു പോകുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ സ്ട്രക്ചർ, അതിനൊരു ഘടനയുണ്ട്. ഓർഗനൈസേഷൻ ഡിറ്റർമൈൻ ദ എംപ്ലോയി ബിഹേവിയർ ത്രൂ ദ എഫക്ട് ഓഫ് റോള് അല്ലെ. ഓരോരുത്തരുടെയും പങ്കും അവരുടെ അധികാര ശക്തികളും അതേമാതിരി തന്നെ പദവികളും ഉത്തരവാദിത്തങ്ങളും പിന്നെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തേണ്ട ഇടങ്ങളിലൊക്കെയുള്ള ആശയവിനിമയ ശേഷിയൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്കൊരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. Nursing is a large department in every hospital, hence it has a hierarchy as a doctor's duty. അതായത് നമ്മുടെ ഡോക്ടർമാരുടെ മാതിരി തന്നെയുള്ള ഒരു വലിയൊരു ചട്ടക്കൂട് എന്തിനുമുണ്ട്? നഴ്സുമാർക്കുമുണ്ട്. നമ്മളറിയാല്ലേ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഹെഡായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തലവന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതുമാതിരിയുള്ള ഒരു ചട്ടക്കൂട് തന്നെ നഴ്സിംഗ് വിഭാഗത്തിനും ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസിൽ ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും ടോപ്പിലുള്ളവരാണ് നഴ്സിംഗ് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവര്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളവര് കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഹയറാർക്കി അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കണം. കാരണം ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ആരുടെ അണ്ടറിലാണ് ഇൻചാർജ് ഉള്ള നഴ്സ്, അല്ലെങ്കിൽ ആരുടെ അണ്ടറിലാണ് സൂപ്രണ്ടന്റ് വർക്ക് ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള പദവി അലങ്കരിക്കുന്ന നഴ്സ് ഏതാണ്? അപ്പൊ നഴ്സിംഗ് ഡയറക്ടർ അല്ലെ. അല്ലെങ്കിൽ ഏറ്റവും അണ്ടറിലുള്ള നഴ്സിംഗ് സ്റ്റാഫ് ആരാണ് നോക്കുമ്പോൾ ഏതാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറാർക്കി അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതിൽ തന്നെ പഠിച്ചു പോകേണ്ടതാണ്. അപ്പൊ ഏറ്റവും ടോപ്പില് നഴ്സിംഗ് ഡയറക്ടർ ആണ്, നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്, നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ അതൊന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. Okay, this is the nursing director who provides direction to the nursing director. It is the nursing director who provides direction to the nursing staff and coordinate health service. ഏറ്റവും ടോപ്പിലുള്ളവരാണ്, അവരാണ് എല്ലാവരെയും ഏകോപിപ്പിക്കുന്നത്. അതേമാതിരി തന്നെ ഡയറക്റ്റ് ചെയ്ത് അല്ലെ എല്ലാ നഴ്സുമാരെ എന്താണ് ഡയറക്ഷൻ കൊടുത്ത് ഓരോന്നിലേക്കൊക്കെ തിരിച്ചു വിടുന്നതും അതേമാതിരി തന്നെ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടർമാരാണ്. The duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. അതായത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ചെന്ന് ചിന്തിച്ചാല് നമുക്കറിയാം ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടോ, അതേമാതിരി തന്നെ ബഡ്ജറ്റിംഗ് കാര്യങ്ങളെല്ലാം അല്ലെ നമുക്ക് അല്ലെ ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളൊക്കെ നീക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഏതൊരു വിഭാഗത്തിനുമുള്ള ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് എല്ലാം തന്നെ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾ നമ്മൾ ഇതിലുള്ള എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ട്, നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, നഴ്സിംഗ് ഇൻചാർജ് ഉള്ളവരുണ്ട്, എന്താണ് സ്റ്റാഫ് നഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് നഴ്സുകളുണ്ട്. ഇവരെല്ലാവരെയും മേൽനോട്ടം അല്ലെ മേലധികാരി എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവര് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. അറ്റ് മിനിമം they require for workers or a bachelor degree in nursing along with at least 10 years of experience in deemed course. അതായത് നമുക്കറിയാം അല്ലെ നിലവില് എന്താണ് ബാച്ചിലർ ഡിഗ്രി വേണം, നഴ്സിംഗിന്റെ ആ ഒരു പൊസിഷനിലുള്ള ബാച്ചിലർ ഡിഗ്രി വേണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഡീംഡ് ഫേമുകളിൽ അല്ലെ നമുക്കറിയാം നഴ്സിംഗ് ഹോസ്പിറ്റൽ സർവീസ് ഉള്ള ആ ഫേമുകളില് ഒരു 10 വർഷത്തിൽ അല്ലെ 10 വർഷം അറ്റ്ലീസ്റ്റ് 10 ഇയർ അല്ലെ 10 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാരെയാണ് നഴ്സിംഗ് ഡയറക്ടറായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പൊ 2 ക്വാളിഫിക്കേഷൻ അവർക്ക് ആവശ്യമാണ്. അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം എക്സ്പീരിയൻസ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 10 ഇയേഴ്സ് എക്സ്പീരിയൻസ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ? എന്താണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട്. 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡീംഡ് ഫേംസിലുള്ള 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് മാർക്ക് വേണ്ടി വരും. ആരുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഏത് നഴ്സിന്റെ കാര്യവും? നഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, അപ്പൊ നഴ്സിന്റെ കാര്യങ്ങളാണ്. നഴ്സിംഗ് ഡയറക്ടറിനാണ് എത്ര 10 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ എന്ത് ക്വാളിഫിക്കേഷൻ വേണം? എന്ത് ക്വാളിഫിക്കേഷൻ കൂടി വേണം? ഓക്കെയാണ്. ഇത് ക്വാളിഫിക്കേഷൻ കൂടി വേണം. അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്? ഡിഗ്രി അല്ലെ, ബാച്ചിലർ ഓഫ് ഡിഗ്രി. എന്തിനാ? നഴ്സിംഗിന്റെ ബാച്ചിലർ ഓഫ് ഡിഗ്രിയും വേണം. ഒപ്പം 10 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസുമായിട്ടുള്ള വ്യക്തികളാണ് നഴ്സിംഗ് ഡയറക്ടറുടെ സ്ഥാനം വഹിക്കാനായിട്ട് പാടുള്ളൂ എന്നത്. ദെൻ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ജസ്റ്റ് കണ്ട തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. എന്താണ് ഡയറക്ട് ഓവർസീ അല്ലെ? നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ നഴ്സുമാരെയും ഡയറക്ട് ചെയ്യുക അല്ലെ, നിർവഹിക്കുന്ന വെച്ചാൽ മേൽനോട്ടം നിർവഹിക്കുന്നത് ഏത് പൊസിഷനിലുള്ള ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലെ. എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിലയിരുത്തുന്നത്, നഴ്സിംഗ് ഫീൽഡിലുള്ള എല്ലാവരെയും വിലയിരുത്തുന്നത്, അവരെ എന്താണ് ഡയറക്ട് ചെയ്യുന്നത്, നയിക്കുന്നതും എന്താണ് നഴ്സിംഗ് ഡയറക്ടർ തന്നെയാണ്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അവർക്ക് ഒരു നേതൃത്വം അല്ലെ, ഒരു ഗൈഡായിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ
നഴ്സിംഗ് ഡയറക്ടർ തന്നെയാണ്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. Then to set long-term goal for the ensuring department. അതായത് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിനെ വെച്ചിട്ട് അല്ലെ ലോങ് ടേം ആയിട്ട് വെച്ചാൽ ദീർഘകാലത്തിൽ ആവശ്യമായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്, ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന നഴ്സുമാരാണ്. Then arrange and coordinate admission, nursing and patient care procedure. നമുക്കറിയാം അല്ലെ, എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത്, നേതൃത്വം വഹിച്ച് നേർവഴിക്ക് നടത്തുക മാത്രമല്ല കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നഴ്സുമാരുടെ എല്ലാ തരത്തിലുള്ള അല്ലെ പേഷ്യന്റിന്റെ അഡ്മിഷൻ തുടങ്ങി അവരെ ഇപ്പൊ നമുക്കറിയാം എവിടെയെങ്കിലൊക്കെ ഒരു ബ്രേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ് ബ്രേക്ക് അല്ലെ, അഡ്മിഷൻ പേഷ്യന്റിന്റെ അഡ്മിഷൻ തുടങ്ങി അവിടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നഴ്സിംഗ് ഫീൽഡിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പേഷ്യൻസിനാണ് നമുക്കറിയാം സേവനങ്ങൾ നഴ്സിംഗിന്റെ സേവനം കൂടുതലായിട്ടും പ്രദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അഡ്മിഷൻ തുടങ്ങിയുള്ള ഏകോപനങ്ങൾ, അപ്പൊ അവിടെ ചില ഫീൽഡിലേക്ക് നമുക്കറിയാം നഴ്സിംഗുകാരെ കുറച്ച് അലോട്ട് ചെയ്താലും മതിയായ നഴ്സുമാരെ ചിലപ്പോൾ അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി നഴ്സുമാരൊക്കെ അലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ്. അപ്പൊ അത്തരത്തിലെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ആരെ നിർവഹിക്കുന്നത് നമ്മുടെ ഡയറക്ടർ സ്ഥാനത്തിലുള്ളവരാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിന് ഒരു എന്താ പറയുക സ്റ്റാഫ് നഴ്സിന് 2-3 സ്റ്റാഫ് നഴ്സിന് അഡീഷണൽ ആയിട്ട് ഓടിച്ചെന്നുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അവിടെ ഓൾറെഡി ഉള്ള നഴ്സുമാരെ തന്നെയായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെ, ഒരു അപാകതയുണ്ട്, ഡെവലപ്പിംഗ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്ടറിന്റെ ഫീൽഡിൽ നിന്ന് ഉത്തരവ് വന്നാൽ മാത്രമാണ് നഴ്സുമാരെ അവിടെ അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരാണ്. എന്താണ് നെക്സ്റ്റ് നോക്കാം. സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ ആൻഡ് പേഷ്യന്റ് ഇഷ്യൂ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നഴ്സുമാരെ മതിയായ സേവനങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ നമുക്കറിയാം ഏറ്റവും അന്തിമ തീരുമാനം നടപ്പാക്കുന്നത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരാണ്. Then report to upper management. നമുക്കറിയാം മാനേജ്മെന്റ് ആയിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഏത് ലെവലിലുള്ള നഴ്സുമാരായിരിക്കും? മാനേജ്മെന്റ് ആയിട്ട് ഏത് ലെവലിലുള്ള നഴ്സുമാരായിരിക്കും? ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരായിരിക്കും അല്ലെ. ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരുമായിട്ടായിരിക്കും മാനേജ്മെന്റ് അത്രയും കണക്ഷൻ. കാരണം അവരായിട്ടായിരിക്കും മാനേജ്മെന്റ് കൂടുതൽ ഡീലിങ്സ് നടത്തുക. നഴ്സിംഗുമായി ബന്ധപ്പെട്ട ഡീലിങ്സ് ഒക്കെ നടത്തുന്നത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരുമായിട്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവരായിരിക്കും അല്ലെ, അവരോട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും. പിന്നെ നോക്കാം അതിലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയില് അതോടെ നോക്കാം. എന്താണ്? ടു ഡയറക്ട് ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അവിടെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും വിലയിരുത്തുകയും അവരെ മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്യുന്നത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന നഴ്സാണ്. ടു ഗൈഡ് സ്റ്റാഫ് പ്രൊസീജിയർ. എന്തെങ്കിലും സ്റ്റാഫിംഗ് നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഗൈഡ് ചെയ്ത് നിൽക്കുന്നതും ആര് തന്നെയാണ്? ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ദ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ദീർഘകാല ഗോൾ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ്. Then arrange and coordinate admission, nursing and patient care procedure. അതായത് പേഷ്യന്റിന്റെ സുരക്ഷ അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എന്താണ് കെയർ അല്ലെ, അവരുടെ സേവനങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് നഴ്സിംഗ് ഫീൽഡിലുള്ളവരാണ്. അപ്പൊ അവിടുത്തെ അഡ്മിഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഡ്യൂട്ടി ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അടുത്ത സെന്റൻസിൽ അത് തന്നെയാണ്. സെറ്റിൽ ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ് ഫോർ ദി ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ ആൻഡ് പേഷ്യന്റ് ഇഷ്യൂ. പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളിലൊക്കെ അന്തിമ തീരുമാനം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതും ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ്. റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. നമുക്കറിയാം മാനേജ്മെന്റ് ആയിട്ട് കൂടുതൽ ഡീലിങ്സ് വരുന്നത് നഴ്സുമായി ബന്ധപ്പെട്ട ഡീലിങ്സ് വരുന്നത് ഡയറക്ടറാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതനുസരിച്ചുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം.
ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ക്ലിയർ ആണ്, സ്പീഡ് ഒന്നും കൂടുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ കേട്ടോ. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടറിന്റെ ഒക്കെ ഓരോ ഇതിന്റെയും റെസ്പോൺസിബിലിറ്റി ഒക്കെ നോക്കണം കേട്ടോ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ എപ്പോഴും കാണാറുണ്ട്. അതൊക്കെ സെറ്റ് ലോങ് ടേം ഗോൾസ് ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹു ഗൈഡ് ദ സ്റ്റാഫിംഗ് പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റ്സും ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോകാം. ഓക്കെ, ഇനി ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, Miss.